ചികിത്സയിൽ കഴിയുന്ന ഭാര്യപിതാവിനെ കാണാൻ സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിച്ച മുഖ്യമന്ത്രിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനം ഉയരുകയാണ്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചുവെന്നാണ് പ്രധാന ആരോപണം. ന്യൂമോണിയ ബാധിച്ച് ആലുവയിലെ കരോത്തുകുഴി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യപിതാവ് വേലായുധൻകുട്ടിയെ കാണാനാണ് മുഖ്യമന്ത്രി ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചത്. കവടിയാർ ഗോൾഫ് ക്ലബിൽ നിന്ന് ഹെലികോപ്റ്ററിൽ പുറപ്പെട്ട മുഖ്യമന്ത്രിക്ക് എന്നാൽ ആദ്യ ശ്രമത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താനായില്ല. കൊച്ചിയിലെ മോശം കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്ററിന് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ സാധിക്കാതെ വന്നതോടെ അത് തിരികെ തിരുവനന്തപുരത്തിലേക്ക് മടങ്ങുകയായിരുന്നു. പിന്നീട് കാലാവസ്ഥ അനുകൂലമായതിനെ തുടർന്ന് രാവിലെ ഏകദേശം 11:30 വീണ്ടും കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു. ആശുപത്രിയിലെത്തി ഭാര്യപിതാവിനെ സന്ദർശിച്ച മുഖ്യമന്ത്രി അവിടെ ഏകദേശം 20 മിനിറ്റോളം ചെലവഴിച്ച ശേഷം തന്റെ വസതിയിലേക്ക് പോയതായാണ് റിപ്പോർട്ടുകൾ. സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യത്തിനായി ഉപയോഗിച്ചതാണെന്നാണ് വിമർശനം. മുൻപ് ഹെലികോപ്റ്റർ ഉപയോഗത്തെ ശക്തമായി വിമർശിച്ചിരുന്ന നേതാവ് മുഖ്യമന്ത്രിയായ ശേഷം അതേ സൗകര്യം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. മുൻ സർക്കാരിന്റെ കാലത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ സർക്കാർ അനാവശ്യ ചെലവ് നടത്തുകയാണെന്നായിരുന്നു അന്നത്തെ പ്രധാന വിമർശനം. അതേസമയം അന്നത്തെ സർക്കാർ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് പലപ്പോഴും അടിയന്തര ആവശ്യങ്ങൾക്കായിരുന്നുവെന്നാണ് വിശദീകരിച്ചിരുന്നത്. പ്രത്യേകിച്ച് അവയവദാന ദൗത്യങ്ങളിൽ എയർ ആംബുലൻസായി ഹെലികോപ്റ്റർ നിരവധി തവണ ഉപയോഗിച്ചിരുന്നു. വിവിധ ജില്ലകളിലേക്ക് അവയവങ്ങൾ അതിവേഗം എത്തിക്കുന്നതിനും ജീവൻ രക്ഷാ ദൗത്യങ്ങൾക്കുമായി ഈ സംവിധാനം പ്രയോജനപ്പെടുത്തിയ സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ സംഭവത്തിൽ ഉയർന്ന വിമർശനം അത്തരത്തിലുള്ള അടിയന്തര ആവശ്യങ്ങൾക്കായി ഒരുക്കിയ സൗകര്യം വ്യക്തിപരമായ സന്ദർശനത്തിനായി ഉപയോഗിച്ചുവെന്നതാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതോതൂർത്ത് ഇരട്ടത്താപ്പല്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വ്യാപകമായി ഉയരുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണം എന്താണ് എന്നതും ശ്രദ്ധേയമാണ്. ഈ യാത്ര ഔദ്യോഗിക പരിപാടികളുടെ ഭാഗമായിരുന്നോ അതോ വ്യക്തിപരമായ സന്ദർശനത്തിനായിരുന്നു എന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണത്തിനായാണ് രാഷ്ട്രീയ നിരീക്ഷകരും കാത്തിരിക്കുന്നത്. സംഭവം ഇതിനോടകം തന്നെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പ്രതിപക്ഷവും സർക്കാരും തമ്മിലുള്ള വാഗ്വാദങ്ങൾക്ക് ഈ വിഷയം കൂടുതൽ ശക്തി പകരുമോ എന്നതും കണ്ടറിയേണ്ടതാണ്.